എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഇത് മൈൻക്രാഫ്റ്റ് പോലത്തെ ഒരു ഗെയിമാണ്, ഷിൻക്രാഫ്റ്റ് ബാറ്റിൽ വേൾഡ് 3D. ആ ഗെയിം നമ്മൾ ഗെയിം പ്ലേ അല്ല, ആ ഗെയിമിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ അണ്ടർഗ്രൗണ്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടുത്തുള്ള വീഡിയോകളൊക്കെ കാണിക്കാം. കുറേ വീഡിയോകളുണ്ട്, കാണിച്ചു തരാം. ഞാൻ ആദ്യം അണ്ടർഗ്രൗണ്ട് അല്ലേ കാണിച്ചു തരാം. ഇവിടാണ് അണ്ടർഗ്രൗണ്ട് തുടങ്ങുന്നത്. കഥ വെക്കി വെച്ചിട്ടുണ്ട് ഞാൻ, കണ്ടോ? കഥ വെക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, പിന്നെ താഴോട്ട് പോകണം. നമ്മൾ ഇങ്ങോട്ട് പോയി, പിന്നെയും താഴോട്ട് പോയി, ഇങ്ങോട്ട്, അതിന് മേളിലോട്ട്. കണ്ടോ? ഇവിടെ നമ്മളിവിടെ എത്തും. ഇവിടെ എവിടെ തുടങ്ങിയെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഇവിടെ വെച്ചാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇറങ്ങി കണ്ട് ഇവിടെ എത്തി. എവിടെ പോയി ഞാൻ തന്നെ മറന്നുപോയി. കണ്ട് ഇവിടെ എത്തി നമ്മൾ. കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് എത്തി. നമുക്ക് അടുത്തുള്ള വീട്, എന്നിട്ട് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. അടുത്തുള്ള വീട് കാണിച്ചു തരാം. അയ്യോ ഗീസ്, ഞാൻ മനഃപൂർവ്വം നടക്കാത്തതാണ്. നടന്നാൽ ഭയങ്കര ശബ്ദം വരും, അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഇത് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് കസേരയൊന്നും വെച്ചില്ല, ഇവിടെ ബാത്റൂം ഒന്നും ഞാൻ വെച്ചില്ല. ഇതൊരു 2 നില വീടാണ്. ഇവിടെ ഇത് ഇവരുടെ സോഫയാണ്. ഞാൻ സങ്കല്പത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ടേബിള്, ഇത് ഫ്രിഡ്ജ്, ഇത് ബെഡ്, ഇത് സോഫ. നമുക്ക് മേലോട്ട് പോവാം. നമുക്ക് മേലോട്ട് പോവാം. പോകാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ഇവരുടെ ബെഡ്റൂം. 2 എണ്ണം ഉണ്ട്, ഒരു അച്ഛനും ഒരു അമ്മയും കുട്ടിയും. പിന്നെ ഒരു കസേരയുണ്ട് ഇവിടെ. നമുക്ക് താഴോട്ട് പോവാം. നമുക്ക് അടുത്ത വീട് കാണാം. ഇവിടെ ഒരു കട്ടിലുണ്ട്, ടേബിളുണ്ട്, കസേരയുണ്ട്. ഇവരുടെ ബാത്റൂം കണ്ട് ഇതാണ്. വലുതായിട്ട് കാണിക്കണ്ടല്ലോ ബാത്റൂം ആണ്ടേ. ഇത്രയേ ഉള്ളൂ ബാത്റൂം. അയ്യോ, ഇതാണ് ബാത്റൂം. ഇതെടുക്കാം. ഇതാകുമ്പോൾ വരത്തില്ല വലുതായിട്ട്. ഇതാണ് ഇവരുടെ ബാത്റൂം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമുക്ക് അടുത്ത വീട് കാണാം. ഇനി അടുത്ത എൻ്റെ വീടാണ്. ഇനി എൻ്റെ വീടാണ് കാണിക്കേണ്ടത്. ഫ്രണ്ടിൽ പോവാം നമുക്ക്. ഇതാണ് ഫ്രണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാം. എന്നിട്ട് ഞാൻ പറയാം. കഥ ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. തുറന്ന് നോക്കാം. ഇവിടെ നമ്മൾ കറങ്ങിയാണ് നമ്മൾ വരുന്നത്. അതിന് ഇവിടെ സ്റ്റെപ്പുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് നമുക്ക് കറങ്ങാം. ഇവിടെ എത്തി, കണ്ടോ? നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമൊന്നുമില്ല. എൻ്റെ ബെഡ്റൂം. ഇത് 2 കട്ടിലുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ വെച്ചാണുള്ളതുകൊണ്ട്. ഇവിടെ ഇതുണ്ട്, ടേബിളുണ്ട്. ഇത് സൈഡ്, ബെഡിൻ്റെ സൈഡ് ഒരു ടേബിൾ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. കസേരയുണ്ട്. ഇത് ലിവിങ് റൂമാണ്. ഇവിടെ വലിയൊരു സോഫയുണ്ട്. ഇവിടെ ഒരു ടേബിളുണ്ട്, സിംഗിൾ. അയ്യോ, ഈ സോഫ ഒടിഞ്ഞു പോയല്ലോ കേസ്. അങ്ങനെ നമ്മൾ സോഫ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കാണിക്കാം. ഇത് ഡബിൾ ഇതാണ്, സീറ്റാണ്, ഡബിൾ സീറ്റാണ്. ഇനി നമുക്ക് ഇത് കാണണ്ടേ, ഓപ്പൺ ഏരിയ കിച്ചണാണ് കേട്ടോ. അയ്യോ, ഗ്ലിച്ചാവുന്നല്ലേ. 2 വാട്ടർ മെലൺ ഉണ്ട്. വലിയൊരു ടേബിളാണിത്. വേണ്ടിയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. കബോർഡ്, കപ്പും പ്ലേറ്റൊക്കെ വെക്കുന്നത്. ഇവിടെ ഒരു ജനലുണ്ട്, ഇവിടെ ഒരു ജനലുണ്ട്. കണ്ടോ? എൻ്റെ ബെഡ്റൂമിൻ്റെ നേരെയാണ് ഞാൻ വെച്ചേക്കുന്നത്. കണ്ടോ? ഇവിടെ നേരെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കപ്പൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇനി മേലോട്ട് പോവാം. മേലോട്ട്, ഇവിടെ പിടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മേലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മേലോട്ട് വരുന്നത്. ഇവിടെ വലിയൊരു ജനലുണ്ട്. പിന്നെ ഇവിടെ ഒരു ബുക്ക് ഷെൽഫുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. കഥ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. സ്റ്റെപ്പാണിത്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല ഈ ബാൽക്കണി.
മേളിലോട്ട് പിന്നെ പോകാൻ പറ്റും. ഇവിടെ ഉണ്ട്, ആകെയുള്ള ഒരു ബാത്റൂമാണിത്. കാണിക്കണ്ടല്ലോ, അറിയാമല്ലോ. പിന്നെ ഇവിടെ ഉണ്ട് ലിവിങ് റൂം. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നതാണ്ട്. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഏണി. കഥവ് തുറക്കട്ടെ. ഇവിടാണ് 2 തീയൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടെ ടെറസിൽ, ഇത്രയേ ഉള്ളൂ. എങ്കിൽ പയ്യെ ഇറങ്ങാം. ഇനി ഇറങ്ങാം. നല്ല സ്മൂത്താണ്. നീ വേറെന്തോ കാണിക്കാനുള്ളത്? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടെ താഴോട്ട് പോയിട്ട് വരാം. നമുക്ക് കിണറും കൂടെ നോക്കിയിട്ട് വരാം. കിണർ അകത്തോട്ട് പോകാൻ പറ്റും, വെള്ളമില്ലെന്നേ ഉള്ളൂ. ഈ വീടിനെ ഇപ്പോഴാണ് മഞ്ഞ കേസ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ടേബിളാണ്. കിണറിൻ്റെ അകത്തോട്ട് കാണാം, കിടക്കാൻ പറ്റും. പയ്യെ ഇറങ്ങാം. അയ്യോ, ഇങ്ങനെയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു സീക്രട്ട് റൂമാണ്. ഉണ്ട് ഹി ചുമ്മാ പണിഞ്ഞേ, വെറുതെ പണിഞ്ഞ വെച്ചേ. നമുക്കിത് അടയ്ക്കാം, കഥവ് വെച്ചടയ്ക്കാം. ബാക്കി നമ്മൾ അടച്ചിട്ടുണ്ട്. ഒരു തീയും കൂടെ, തീ വേണ്ട, തീ ആണെങ്കിൽ എന്തായാലും ഉണങ്ങി. പിന്നെ എന്തിനാ ഇതെല്ലാം അടയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഷിങ്ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഗെയിം. ഇനിയുണ്ട്, ഞാൻ പണിയും ഇനിയും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വരുന്നവരെ നമുക്ക് പിന്നെ കാണാം. ബായ്.